ഞാനും എൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യും. ഇത് ഉറപ്പാണ്. അതെങ്കിലും ഈ ജനങ്ങളെ മുമ്പിൽ എത്തട്ട്. ഞങ്ങൾ അത്ര അനുഭവിച്ചു. എത്ര കൊല്ലായി. ഒരു പണി PSC വഴി കിട്ടിയ പണിയല്ലേ, അതുമില്ല, ശമ്പളവും ഇല്ല. ഇത് പട്ടിണിയും കടവും മാത്രമേ ഉള്ളൂ. ഞാൻ സസ്പെൻഷനല്ല, ഡിസ്മിസ് അല്ല, പിരിച്ചുവിട്ടില്ല, ഒന്നും ചെയ്തില്ല. അന്നേരം എനിക്ക് വേറെ വണ്ടി എടുക്കാൻ പറ്റൂല. നമസ്കാരം. പയ്യന്നൂർ KSRTC ഡിപ്പോയിലാണ് എത്തിയിട്ടുള്ളത്. ജയകുമാർ ഏട്ടന്റെ ഒരു വിഷമം എല്ലാവരുമായിട്ട് പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ATO ഇദ്ദേഹം 2024 മുതൽ ഇദ്ദേഹത്തിന്റെ ജോലി ഡ്രൈവറായിരുന്നു, കളഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു 2024 എന്ന് സംഭവിച്ചത്? വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ട് മുന്നിൽ പോകുന്ന ഒരു വണ്ടിക്ക് ശകലം തട്ടി ഗ്ലാസ് പൊട്ടി. ആളപായമില്ല, അപകടമില്ല, പിന്നെ ആരും പല്ലും മുക്കൊന്നും പോയിട്ടൊന്നുമില്ല. സ്ഥിരമായിട്ട് വണ്ടിക്ക് തകരാറുള്ള വണ്ടിയാണ്. അന്നേരം അത് കാര്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ഇവിടെ നടന്നില്ല. അതാണ്. ബ്രേക്ക് പോയതാണെന്ന് എഴുതി തന്നായിരുന്നു. അല്ല, മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു, സ്ഥിരമായി കഴിഞ്ഞ് ബ്രേക്ക് ഇല്ലാന്ന് എഴുതിയിട്ടുണ്ട്. അത് 10-20 മെക്കാനിക്ക് എന്താ ചെയ്യുക, എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് എഴുതി. അവർ ശരിയാക്കിയിട്ടാകുമ്പം അവരെ കംപ്ലൈന്റ് ശരിയാക്കും. ഇപ്പൊ നമ്മൾ ഡീസൽ എടുത്തു കഴിഞ്ഞാൽ അവര് ഡീസൽ ഇത്ര അടിച്ചു എന്ന് പറഞ്ഞാൽ അവർ എഴുതി. ഈ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയ സാധാരണ അതിന്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ്? ഡ്രൈവർ ഒന്ന് പൈസ ഈടാക്കും. 8000 രൂപയോളം ഏകദേശം. അത് പല ഗ്ലാസിന് പല ടൈപ്പാണ്, വിലയാണ് ഒരു വണ്ടിക്ക്. പക്ഷെ ജയേട്ടന്റെ ഈ ഒരു കേസിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു, ജോലിക്ക് വരണ്ടെന്ന് പറയുവായിരുന്നു. അയാള് വന്നാൽ BS എന്ന് പറഞ്ഞാൽ നമ്മൾ വെഹിക്കിൾ സൂപ്പർവൈസറാണ്. അയാളാണ് നമുക്ക് ഈ കാർഡ് തരുന്ന ആള്. അയാളെ പറഞ്ഞേൽപ്പിച്ചു, ജയകുമാർ എന്നൊരു വ്യക്തി വന്നാൽ അയാൾ ഡ്യൂട്ടിക്ക് കയറണ്ട, പിന്നെ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് അത് ഗ്ലാസ് പൊട്ടിയതിന്റെ കാരണത്തിലായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞു നല്ല കടലാസ് എന്തെങ്കിലും ഇല്ല. മേലു ദിവസം വാക്കാലെ പറഞ്ഞാൽ പിന്നെ അത് വലിയ കാര്യമല്ലേ. അത് വലിയ ATO പറഞ്ഞാൽ പിന്നെ നമുക്ക് കടലാസിന്റെ കാര്യമൊന്നുമില്ല. 2024 ഏതായിരുന്നു ഡേറ്റ്? 7/11/2024. 7/11/2024 മുതൽ ജോലിക്ക് വരാതെ ഇതുവരെയും ജോലിയില്ല, വരുമാനമില്ല, സാലറി ഇല്ല, പക്ഷെ പിരിച്ചുവിട്ടിട്ടില്ല, രേഖാമൂലം ഒന്നും തന്നിട്ടില്ല. അങ്ങനെ ഒരു ATO വിചാരിച്ചാല് ഒരു PSC വഴി PSC എക്സാം എഴുതി ഡ്രൈവറായി KSRTCയിൽ കയറിയ ഒരാളെ പറഞ്ഞയക്കാൻ പറ്റുമോ? രേഖാമൂലം ഒന്നുമില്ലാതെ. അപ്പൊ ഇവിടെ മാത്രമേ അധികാരമുള്ളൂ. പല ദിവസം ഇവിടെ നിരാഹാരം കിടന്നു എന്ന് പറഞ്ഞു. എന്നിട്ടൊന്നും ഒരു തീരുമാനമില്ല. അതിന് മുമ്പേ ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിലും ഒരു ഇതുണ്ടായിരുന്നില്ല. സിന്ധുവേച്ചി ഉണ്ട്, ജയേട്ടന്റെ വൈഫാണ്, ജയകുമാറിന്റെ വൈഫാണ്. എന്നോട് പറഞ്ഞത് നമ്മളിപ്പോ ആത്മഹത്യയുടെ വക്കീലാണ്, വേറൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എന്തായിരുന്നു സിന്ധുവേച്ചി അവരുടെ വീട്ടിലത്തെ അവസ്ഥ എങ്ങനെയാണ്? വീട്ടില് 2 കുട്ടികളുണ്ട്. കാരണം ഒരു വരുമാനവും ഇല്ല. ഞാനിപ്പോ കടയിൽ പോയിട്ടാണ് ഇപ്പൊ ജീവിതം കഴിയുന്നത്. ഒരുപാട് ലോണും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതല്ലേ? അതെ, SBI ഹൗസിംഗ് ലോൺ എടുത്തിട്ടാണുള്ളത്. എന്നും ബാങ്കുകാർ വന്ന് ചോദിക്കും, ലോൺ അടക്കുന്നില്ലേ. പക്ഷെ എന്ത് ചെയ്യലും, പൈസ ഇല്ല അടക്കാൻ. 2 മക്കളാണ്, ഒരാൾ +2 പഠിക്കുന്നത്, ഒരാൾ 6ാം ക്ലാസ്സിലാണ്, 2 പെൺകുട്ടികള്. ഇതിന്റെ അടുത്ത് ഞങ്ങള് ഇവിടെ വന്നായിരുന്നു ATOന്റെ അടുത്ത്. അപ്പം പറഞ്ഞു പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ജോലിക്ക് പ്രവേശിക്കാന്ന്. എന്നിട്ട് ഇയാൾക്ക് ടെസ്റ്റിന്റെ ഇത് കൊടുത്തു, തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് ഫലം വന്നതോ ഡ്രൈവിംഗ് ടെസ്റ്റ് ശരിയില്ലാന്ന്. പക്ഷെ ശരിയില്ലെങ്കിൽ ആദ്യ ടെസ്റ്റ് ഈക്വാവേണ്ട, ഇവരതിന് ചെയ്തിട്ടില്ല. അതുപോലെ അയാൾ അവിടെ കയറി കളിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് ശരിയില്ലാന്ന് ഇല്ലെങ്കിൽ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫലം നോക്കുക വേണ്ട, ഇത് അതുമില്ല. അപ്പൊ അയാൾ ഇതിനെ കയറി കളിക്കുന്നല്ലേ പറയുക. ഒരു ATOന് ഇങ്ങനെ വാക്കാലൊന്നും ഒരാളുടെ ജോലി, അത് PSC എക്സാം എഴുതിയ ഒരു ഡ്രൈവറുടെ ജോലി കളയാനുള്ള ഒരു അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊന്നും ഇവിടെ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഇതിനു മുന്നേ ഇങ്ങനെ ഗ്ലാസ് പൊട്ടി ഡ്രൈവർമാരുടെ ഒക്കെ ചെറിയൊരു പൈസ ഈടാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സൈഡ് മൈറർ കൂട്ടാറുണ്ട്, തകിട് കയറാറുണ്ട്, അതിനൊക്കെ അതിന്റെ പൈസ ഈടാക്കുകയുള്ളൂ. അതെ, സിന്ധുവിനോട് അധികം സംസാരിക്കാൻ വയ്യ, അത്രയും വിഷമത്തിലാണ്. കാരണം 2 ചെറിയ പെൺകുട്ടികളാണ്, +2 പഠിക്കുന്നതും അതിലും ചെറിയൊരു കുട്ടിയൊക്കെ ആണ്. അപ്പൊ വീട്ടിലത്തെ അവസ്ഥ ഇപ്പൊ മറ്റു ജോലികൾക്ക് പോകാനും പറ്റില്ല, അല്ലെ വേറൊരു ഡ്രൈവിങ്ങിന് പോകാൻ പറ്റില്ല. ഞാൻ സസ്പെൻഷനല്ല, ഡിസ്മിസ് അല്ല, പിരിച്ചുവിട്ടില്ല, ഒന്നും ചെയ്തില്ല. അന്നേരം എനിക്ക് വേറെ വണ്ടി എടുക്കാൻ പറ്റൂല.
ആരെങ്കിലും കണ്ടാൽ പറയും അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ വേറെ വണ്ടിയിൽ കയറിപ്പോയി, അത് നമ്മളോടൊന്നും പറയാണ്ട് ലീവാക്കി എന്നൊക്കെയാണ് പറയുക. ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിരിച്ചുവിട്ടിരുന്നെങ്കിലും മറ്റേതെങ്കിലും ഒരു വണ്ടിയിൽ ഡ്രൈവറായി പോയെങ്കിലും എനിക്ക് എന്റെ കുടുംബത്തിനെ നോക്കാൻ പറ്റാം. ഇതൊരു രേഖാമൂലം പോലും അല്ല. ഇത്രയും 2 വർഷത്തോളമായി ജോലിയില്ലാതെ വീട്ടിലത്തെ അവസ്ഥ അത്രയും വേദനയോട് കൂടിയുള്ള ഒരു കുടുംബമാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളുടെ വിനോദേട്ടനുണ്ട്. വിനോദേട്ടൻ ഈ കാര്യത്തില് ആദ്യം മുതലേ ഇടപെട്ട ഒരു വ്യക്തിയാണ്. വിനോദേട്ട, എന്താണ് ഇവരുടെ ഒരു അവസ്ഥ ശരിക്കും? ശ്രീ ജയകുമാർ PSC പരീക്ഷ എഴുതി ഗവൺമെൻറ് ജോലിയിൽ കയറിയ ഒരു KSRTC ഡ്രൈവറാണ്. സാധാരണഗതിയിൽ മേലുദ്യോഗസ്ഥന് കീഴുദ്യോഗസ്ഥൻ വല്ല തെറ്റുകളും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് സ്ഥാപനത്തിലും നിരക്കാത്ത ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാനോ അതുപോലെ അവർക്ക് വേണ്ടുന്ന തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള അധികാരം, അതായത് റിക്കാർഡിക്കലായിട്ട് മാത്രം കൊടുക്കാനുള്ള ഒരു അധികാരമുണ്ട്. ഈ പയ്യന്നൂർ ATO എന്ന് പറഞ്ഞ ആൽവിൻ സേവ്യർ എന്ന് പറഞ്ഞ ആ വ്യക്തി ഈ ബസ് ജയകുമാർ എടുത്ത ബസ് ഓടിച്ച ബസ് ചില തകരാർ ബ്രേക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ലോറിയുടെ പിറകിൽ മുട്ടി അതിൻ്റെ ഗ്ലാസ് പൊളിയുകയാണ് ഉണ്ടായത്. സാധാരണ ഇതിൽ KSRTC നിയമപ്രകാരം ആ ബന്ധപ്പെട്ട ആ ഡ്രൈവറുടെ ശമ്പളത്തിൽ നിന്നാണ് ആ ഗ്ലാസിൻ്റെ പൈസ ഈടാക്കുക. ഇത് ഈടാക്കാതെ വാക്കാൽ ATO ആൽവിൻ സേവ്യർ എന്ന് പറഞ്ഞ ആ മഹത് വ്യക്തി ജയകുമാറിനെ നാളെ മുതൽ നീ പണിക്ക് വരണ്ട, കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ഞങ്ങളൊക്കെ വീടുകളിൽ പണിക്ക് വരുന്ന പോലെയാണ് ജയകുമാറിനോട് പെരുമാറിയത്. ആ ജയകുമാറിനെ ഏകദേശം 35 ദിവസത്തോളം ജയകുമാറിനെ 35 ദിവസത്തോളം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും അതിനുശേഷം ഒരു 10-25 ദിവസം കഴിഞ്ഞ് നിന്നെ വാക്കാൽ, എല്ലാം വാക്കാലാണ്, റിക്കാർഡിക്കലായിട്ടില്ല, വാക്കാൽ നിന്നെ എടപ്പാൾ എന്ന് പറഞ്ഞ KSRTC യൂണിറ്റിൽ പോയി തീവ്ര പരിശീലനത്തിന് അയക്കാമെന്ന് വാക്കാൽ നിർദ്ദേശിച്ചു. അതായത് ഇന്ന് പോകേണ്ട ജയകുമാറിനെ ഇന്ന് രാവിലെയാണ് ആ ഓർഡർ വാക്കാൽ നിർദ്ദേശിച്ചത്. ഒരു കാരണവശാലും ഇന്ന് രാവിലെ 10 മണിക്ക് എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ജയകുമാറിനുണ്ടായത്. എന്തു തന്നെ ആയാലും ജയകുമാറിൻ്റെ കുടുംബം ആത്മഹത്യയുടെ വക്കിലാണ്. നിരവധി ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തതും കുട്ടികളുടെ പഠിപ്പും അതുപോലെ തന്നെ മറ്റ് ജീവിത നിലവാരം വളരെ ബുദ്ധിമുട്ടി പോകുന്ന ജയകുമാറിന് ഈ ജോലി പോലും നിഷേധം പോലും താങ്ങാൻ പറ്റാത്ത കുടുംബം ആത്മഹത്യയുടെ വക്കിലാണുള്ളത്. ഈ കഴിഞ്ഞ 2024 നവംബർ 11-ാം തീയതിയാണ് ജയകുമാറിനെ സർവീസിൽ നിന്നും പുറത്താക്കിയത് വാക്കാലുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനുശേഷം ജയകുമാർ നിരന്തരമായി അന്നുണ്ടായിരുന്ന ട്രാൻസ്പോർട്ട് മന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും പട്ടികജാതി വികസന കോർപ്പറേഷനും ബോർഡിനും അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനും നിരന്തരമായി കലക്ടർക്കും എല്ലാവർക്കും പരാതി കൊടുത്ത് ഈ 20 മാസമായി അനുകൂലമായ ഒരു നിലപാടും സ്വീകരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്തുതന്നെയായാലും ജയകുമാർ ഇപ്പോൾ പുതിയ സർക്കാരിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഇപ്പോഴും പരാതികൾ നമ്മളെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും അയച്ചു കൊടുത്തിട്ടാണുള്ളത്. അതിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ഇപ്പോൾ പറയുന്നത് ജയകുമാർ ഫിറ്റല്ല, ഡ്രൈവിങ്ങിൽ ഫിറ്റല്ല. PSC മുഖാന്തരം കയറിയ ഒരു ഉദ്യോഗസ്ഥൻ ഫിറ്റ് അല്ലെങ്കിൽ ശാരീരികമായി ഫെയിലർ ആയിക്കഴിഞ്ഞാൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റ് ജോലികളിൽ അതർ ഡ്യൂട്ടി നിയമിക്കാനുള്ള അവകാശം ATOക്കോ ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ട് അധികാരികൾക്കോ ഉണ്ട്. അതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ജയകുമാർ ഫിറ്റല്ല, സ്ഥിരം സഹപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറുന്നു, മദ്യപിച്ച് ഡ്യൂട്ടിയിൽ കയറ്റുന്നു, അവൻ്റെ ഡ്രൈവിംഗ് ഫിറ്റല്ല എന്ന കാരണം പറഞ്ഞ് ജയകുമാറിനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണുള്ളത്. ഇത് ബന്ധപ്പെട്ട തിരുവനന്തപുരം ഈ 20 മാസം കൊണ്ട് അനുകൂലമായ ജയകുമാറിന് എതിരായിട്ടുള്ള എല്ലാ ഫയലുകളും ഈ ATO ഇവിടെ തയ്യാറാക്കി വരികയാണ്. അതാണ് ജയകുമാറിന് തീരാമുട്ടിയായി നിൽക്കുന്നത്. ഈ കുടുംബത്തിന് നീതി വാങ്ങി നൽകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. KSRTCയിൽ ജോലിയുള്ളവരുടെ വിഷമങ്ങൾ തന്നെ നമ്മൾ പലപ്പോഴും വാർത്തകളിലൂടെ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ജോലിയില്ലാതെ ഒരു അനിശ്ചിതാവസ്ഥയാണ്. ജോലി ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ സാലറി ഇല്ല, മുന്നോട്ടെങ്ങനെ കാര്യങ്ങൾ പോകുന്നറിയില്ല. ഒരു 2 ചെറിയ കുഞ്ഞുങ്ങളടങ്ങുന്ന വലിയൊരു കുടുംബമുണ്ട്, ജപ്തി ഭീഷണിയിലാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ
ഹൃദയം നുറങ്ങുന്ന വേദനയോട് മാത്രമേ നമുക്ക് അതൊക്കെ കേൾക്കാൻ കഴിയൂ. ഇത് എങ്ങനെയെങ്കിലും അധികൃതർ കണ്ണു തുറക്കണം. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. സസ്പെൻസ് സ്റ്റേറ്റ് മീഡിയ പയ്യന്നൂർ.